പാലക്കാട് ഒരു ഇസ്ലാം ഫ്രണ്ട്ലി ജിമ്മ് തുടങ്ങുന്നു എന്നൊരു പോസ്റ്റ് വരുന്നു. അത് വന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് ജനം ടി വി, ന്യൂസ് 18 പോലെയുള്ള വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചാനലുകൾ അത് കുത്തിപ്പൊക്കുന്നു. അങ്ങനെ ആശങ്കയും വിവാദങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ് അല്ലേ. ജനം ടി വിയുടെ നാരേറ്റീവുകൾ അതേപടി വിഴുങ്ങിയ ആളുകളോടൊന്നും എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. എല്ലാവർക്കും അവരവരുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഇസ്ലാം ഫ്രണ്ട്ലി ഈ പറയുന്നത് പോലെ ഇവിടെയുള്ള മറ്റു മതസ്ഥരെ എക്സ്ക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ ഒഴിവാക്കണം, അങ്ങനെ മുസ്ലിങ്ങളെയും മറ്റു മതസ്ഥരെയും തമ്മിൽ തല്ലിക്കണം എന്നതൊക്കെയാണ് അതിൻ്റെ ഇന്റൻഷൻ എങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ എല്ലാവരും അതിനെ എതിർക്കണം. അതായിരുന്നോ ഇന്റൻഷൻ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ ഈ ഒരു ഇസ്ലാം ഫ്രണ്ട്ലി ജിം എതിർത്ത ഒരാളാണ്. ആ ഒരു ഐഡിയ കൊണ്ടുവന്ന ആൾ തന്നെയാണ് എനിക്ക് ഡോക്ടർ അബ്ദുള്ള ബാസിലിൻ്റെ വീഡിയോ സജസ്റ്റ് ചെയ്തത്. മെയിൻ പോയിന്റ് ബാസിൽ പറയുന്നത് ഇതൊരു മുസ്ലിം ഫ്രണ്ട്ലി ജിം എന്നതുകൊണ്ട് മുസ്ലിംസിന് മാത്രമല്ല മറ്റുള്ള മതക്കാർക്കും ഇതിൽ ജോയിൻ ചെയ്യാമെന്നാണ്. പക്ഷേ മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ മ്യൂസിക് ഇല്ലാതെ അവർക്ക് അനുയോജ്യമായ വസ്ത്രധാരണകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമികപരമായിട്ട് വർക്കൗട്ട് ചെയ്യാം. അതുകൊണ്ടാണ് മുസ്ലിം ഫ്രണ്ട്ലി ജിം എന്ന് പറയുന്നത്. പക്ഷേ മിസ്റ്റർ ബാസിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊരു സംഭവം കൂടിയുണ്ട്. മാത്രമല്ല പല തുള്ളി പെരുവെള്ളം എന്നും വളരെ ചുരുക്കത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ചിന്തിക്കുന്നവർക്ക് ഇപ്പം തന്നെ ഏകദേശം കാര്യം വ്യക്തമായി കാണും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയുണ്ടാവുന്നത് ഒരൊറ്റയടിക്ക് വലിയൊരു രീതിയിലല്ല, ഘട്ടം ഘട്ടമായിട്ടാണ് അതിൻ്റെ വർഗീയ വിഷം ഓരോരുത്തരുടെയും ഉള്ളിൽ, പ്രത്യേകിച്ച് ബാസിൽ പറഞ്ഞ ഈ മീഡിയാസ് മറ്റുള്ള വർഗീയവാദികളും ഇഞ്ചക്ട് ചെയ്ത് അതിൻ്റെ ഒരു വ്യാപനം ഉണ്ടാകുന്നത്. എൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ കാണാം എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മുടെ കേരളം എന്നത്. ഏത് വിധേനയും അങ്ങനെയൊരു വിഭജനം അത് തടയിടുക എന്നതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. അതിനെതിരെ ആര് പ്രവർത്തിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഞാൻ എതിർക്കും, ജാതി മത ഭേദമന്യേ. ഇപ്പോൾ മുസ്ലിം ഫ്രണ്ട്ലി ജിം എന്ന് എടുത്തു പറയേണ്ട ആവശ്യകത ഇവിടെ എന്തടിസ്ഥാനത്തിലാണ്? ഒരു ബിസിനസ്സിൽ മതം കുത്തിക്കയറ്റുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഇതിപ്പോൾ ലേഡീസ് ഓൺലി എന്ന രീതിയിലും അതിൽ റെസ്ട്രിക്ഷൻസ് എന്ന രീതിയിൽ മ്യൂസിക് ഇല്ല, അതേപോലെ ഡ്രസ് കോഡ്, ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടും ഈ ഒരു മതത്തിൻ്റെ പേരില്ലാതെ ഇറക്കാമല്ലോ, ആ ഒരു ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ. പിന്നെ എന്തിനാണ് ഇവിടെ മുസ്ലിം എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്? അതാണ് എൻ്റെ ചോദ്യം. മാത്രമല്ല ഡോക്ടർ ബാസിലിവിടെ പറഞ്ഞു ഇൻറ്റൻഷൻ എന്നത് മതങ്ങൾ തമ്മിൽ തല്ലിക്കാനല്ല അയാൾ ഉദ്ദേശിക്കുന്നതെന്ന്. മിസ്റ്റർ ബാസിൽ ചിന്തിക്കാതെ പോയൊരു വശം കൂടിയുണ്ട്. ബാസിലിന് തീർച്ചയായിട്ടും അറിയാം, ഇങ്ങനെയുള്ള സംരംഭത്തിൽ മതം കുത്തിക്കയറ്റിയാൽ അതിൽ അനുകൂലിക്കുന്നവരുണ്ടാകും, പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും. തീർച്ചയായിട്ടും പബ്ലിസിറ്റി കിട്ടും, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നും കൂടി അതിനെ പറയാം. ഈ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടും ഇത് ചെയ്യാമല്ലോ. ഞാൻ ആളങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്, ഇതിനും സാധ്യതയുണ്ട്. അത് നിഷേധിക്കാൻ ഡോക്ടർ ബാസിലിന് ഒരിക്കലും സാധിക്കത്തില്ല. ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ വ്യക്തിയെ അറിയാഞ്ഞിട്ടാവാം. ആ വ്യക്തിയോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇസ്ലാമികപരമായിട്ട് പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിൽ പോകുന്ന കേരളത്തിൽ ഇങ്ങനെയൊരു ആശയം കൊണ്ടുവരണമെങ്കിൽ മതത്തിൻ്റെ പേരല്ലാതെയും നമുക്ക് ചെയ്യാവുന്നതാണ്, ഈ ഒരു ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു മതത്തിൻ്റെ പേര് കൊടുക്കുന്നത് എന്തിനാണ്? ഞാനൊരു മുസ്ലിമാണ്, ഇവിടെ മതം തന്നെയാണ് പ്രശ്നം. ഹിന്ദുക്കളായാലും ഈ ഒരു രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹിന്ദു മത വിഭാഗവുമായി ചേർന്ന് പോകുന്ന ഒന്നാണെന്നേ നാട്ടുകാർ വിചാരിക്കൂ. മാത്രമല്ല ഡോക്ടർ ബാസിലൂടെ ഹൈലൈറ്റ് ചെയ്ത വേറൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഹലാൽ ഫുഡ് ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്? ഒരിക്കലും ഹലാൽ ഫുഡുമായി ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊരു ബേസിക് നീഡാണ്. ഭക്ഷണമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവത്തില്ല. യാത്ര ചെയ്യുന്ന മുസ്ലിംസിനൊക്കെ പ്രത്യേകിച്ച് അത് അത്യാവശ്യമാണ്. ഇവിടെ ഇങ്ങനെയൊരു ജിമ്മിൻ്റെ ആവശ്യകത ഇത്രയും അത്യാവശ്യമായി മതം കുത്തിക്കയറ്റിയിട്ട് ചെയ്യേണ്ട ആവശ്യകത എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാമികപരമായിട്ട് ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു സംഭവമല്ല എന്നുകൂടി മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഭജനം തീർച്ചയായിട്ടും പിന്നീട് വലിയൊരു തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയിലോട്ട് പോകും എന്നതിൽ ഒരു സംശയവുമില്ല. ഇതൊക്കെ വർഗീയവാദികൾക്ക് വളം വെക്കുക എന്നല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരെയുള്ള വിമർശകർക്ക് അവരുടെ കയ്യിൽ ഒരു തോക്ക് വെച്ചു കൊടുത്ത് വെക്കടാ വെടി എന്ന് പറയുന്ന പോലെയാണിത്. ഇസ്ലാമിക രീതി അങ്ങനെയല്ല, വിമർശകരുടെ കയ്യിൽ ഒരു പൂ കൊടുക്കുന്ന പോലെയാവണം. അതിനർത്ഥം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ജനങ്ങൾ ഉൾക്കൊള്ളുകയും വിമർശകരെ വായടപ്പിക്കുന്നതുമായിരിക്കണം. അതാണ് ഇസ്ലാമിനെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ആ ഒരു മതസൗഹാർദ്ദം ഉറപ്പിക്കുന്നതിന് എതിരെയുള്ള ഒരു ചെറിയ ചലനം പോലും നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. കാരണം രോഗം ചികിത്സിച്ച് മാറ്റുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ അത്
വരാതെ നോക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്.